ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേൽ നഗരങ്ങളായ ടെല്ലവീവിലും ജെറുസലേമിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. നിരവധി മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ ഇസ്രായേൽ സഖ്യ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നടത്തിയ ഏറ്റവും രൂക്ഷമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനമായ ടെല്ലവീവിൽ ഉൾപ്പെടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗീർ, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരനായ ഈദോ നെതന്യാഹു എന്നിവർ കൊല്ലപ്പെട്ടതായ ചില റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഇറ്റാമിർ ബെൻഗീറിൻ്റെ വീടിന് തീപിടിച്ചെന്നും അതേ തുടർന്ന് പരിക്കേറ്റ ബെൻഗീർ മരിച്ചു എന്നുമായിരുന്നു പ്രചരിക്കുന്ന വാർത്തകൾ. ഒപ്പം ഈഡോ നെതന്യാഹുവും കൊല്ലപ്പെട്ടുവെന്നും വ്യാപകമായ വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാജമാണെന്ന് ചില റിപ്പോർട്ടുകളും പിന്നീട് വന്നിരുന്നു. അതേസമയം ഇറാനിയൻ ആക്രമണത്തിൽ നിന്നുണ്ടായ പരിക്ക് മറച്ചുവെക്കാൻ ബെൻഗീർ ഒരു വാഹനാപകടത്തിൽപ്പെട്ടുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇറാൻ ഇസ്രായേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. എന്നാൽ മിസൈൽ ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് പുറമെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണവും ഇറാൻ ശക്തമായി തുടരുകയാണ്. സൗദി, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് ഇറാൻ കനത്ത ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ബോംബാക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ ലഭ്യമാകുമ്പോഴും ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സാറ്റലൈറ്റ് ചിത്രം പോലും ലഭ്യമല്ല. ഇതിൻ്റെ കാരണത്തെപ്പറ്റി പലരും സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതുന്നുണ്ട്. ഇസ്രായേലിൽ ആകാശത്ത് മിസൈലുകളും ഡ്രോണുകളും പറക്കുന്ന ചിത്രങ്ങളും സ്ഥലം വ്യക്തമാവാത്ത തരത്തിൽ ചില തകർന്ന കെട്ടിടങ്ങൾ കാണിക്കുന്ന വീഡിയോകളും ഒക്കെയാണ് ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾക്കായി എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാലും 2025 ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇസ്രായേലിലെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതായാണ് പറയുന്നത്. ക്യാമറകൾക്ക് പൂർണ്ണ നിരോധനമാണ് പല ഏരിയകളിലും ഉള്ളത്. ടെല്ലവീവിലും ഹൈഫയിലെ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രത്തിലും ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച ചിത്രങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. അതിനിടെ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇതുവരെ 150 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റവരുടെ കണക്കുകൾ ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. 8 പേർക്ക് പരിക്കേറ്റെന്നാണ് പെൻറ്റഗൺ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഏകദേശം 140 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് പെൻറ്റഗൺ തന്നെ പിന്നീട് വിശദീകരിച്ചു. ഇതിൽ 108 പേർ ചികിത്സയ്ക്ക് ശേഷം ജോലിയിൽ തിരികെ എത്തിയെന്നും 8 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ.